പഴയ പേര്, ഇന്നത്തെ പേര് അഖബ തുറമുഖം. അതിന് സമീപത്തുള്ള യസ്യോൻ ഗബേരിൽ വെച്ചു കപ്പലുകൾ പണിതു ശലോമോൻ രാജാവ് അഥവാ സയ്യിദ്ന സുലൈമാൻ. അതായത് വലിയ ഇരുമ്പ് ഫാക്ടറി ഉണ്ടായിരുന്നു, കപ്പലുണ്ടാക്കുന്ന കപ്പൽ നിർമ്മാണശാലകൾ ഉണ്ടായിരുന്നു. ആർക്ക്? മഹാനായ സയ്യിദ്ന സുലൈമാൻ. 10ാം ഖണ്ഡം 9ാം ഖണ്ഡം അവസാന ഭാഗം. ശലോമോൻ രാജാവ് എഡോം പ്രദേശത്ത് ചെങ്കടൽക്കരയിൽ ഏലത്തിനു സമീപത്തുള്ള യസ്യോൻ ഗബ്രയിൽ വെച്ച് കപ്പലുകൾ പണിതു. ആ കപ്പലുകളിൽ ശലോമോന്റെ ദാസന്മാരോടുകൂടെ ഹീരാം സമുദ്ര പരിചയമുള്ള കപ്പൽക്കാരായ തൻ്റെ ദാസന്മാരെ അയച്ചു. അവൻ ഒഫീറിലേക്ക് ചെന്ന് അവിടെ നിന്ന് 420 താലന്ത് പൊന്ന് ശലോമോൻ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഈ വളരെ വിശദമായി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശലോമോൻ 700 കുലപത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ദാ ബൈബിൾ പറയാണ്. ബൈബിൾ പറയാൻ പഴയ നിയമം, ബൈബിൾ പഴയ നിയമം 10ാം ഖണ്ഡം 11ാം ഖണ്ഡം 3ാം വാക്യം, 3-4 വാക്യങ്ങൾ. ശലോമോൻ അവന് 700 കുലപത്നികളും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. ഇങ്ങനെ വളരെ വിശദമായ ചർച്ച പറയുന്നുണ്ട് മഹാനായ സയ്യിദ്ന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. പഴയ നിയമം രാജാക്കന്മാർ അധ്യായം 10, 11 അധ്യായങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഞാനിവിടെ പറയുന്നത് ചില അബദ്ധങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. മിത്ത് ബേസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതായത് ഞാൻ ഈ പറയുന്ന ചരിത്രം ക്രിസ്ത്യാനികൾക്ക് വരെ നിഷേധിക്കാൻ കഴിയില്ല. പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചില വകഭേദങ്ങളൊക്കെ ബൈബിൾ ചില അപസർപ്പക കഥകളും ബൈബിൾ ഇതിൽ കൂട്ടിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ബേസാണ് പറഞ്ഞത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അവർ പറയുന്ന ശലോമോന് അവരെ വഴിക്കുള്ള ശലോമോൻ അഥവാ തൗഹീദ് ഉപേക്ഷിച്ച ശലോമോനാണ് ഈ പറയുന്നത്. അപ്പൊ ചില അബദ്ധങ്ങളൊക്കെ സത്യത്തിൽ പിന്നീട് ബൈബിൾ അവലംബിച്ചവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചരിത്രം ഇതിന്റെ താത്വികവും അടിത്തറയുമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം സമർപ്പിച്ചത്. ഇത് വെറുതെ കാസിമി പറയുന്ന ഒരു സംഗതിയല്ല എന്നുകൂടി. എന്നല്ല, ആ കാലത്തെ വേൾഡ് ട്രേഡ് സെന്റർ ആയിരുന്നു സയ്യിദ്ന സുലൈമാൻ. അതായത് ലോക വാണിജ്യം മുഴുവനും കപ്പൽ നിർമ്മാണശാല, ഇരുമ്പ് നിർമ്മാണശാല, പിന്നെ അതേപോലെ തന്നെ മുത്ത വൈരങ്ങൾ, ആ ഭാഗത്തേക്ക് പറയാം, മുത്ത വൈരങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിപണിയിൽ എത്തിച്ചത് സയ്യിദ്ന സുലൈമാന്. അതിനുവേണ്ടി പ്രത്യേകം ശൈത്താന്മാരുണ്ടായിരുന്നു. ശൈത്താന്മാരെ കെട്ടിയിടും കൊട്ടാരത്തിൽ. ആയിരക്കണക്കായ ശൈത്താന്മാർ. നേരം കൊടുത്താൽ ശൈത്താന്മാരെ പറഞ്ഞേക്കും മുങ്ങാൻ വേണ്ടി പറഞ്ഞേക്കും. നേരം വെളുത്താൽ ശൈത്താന്മാരെ പറഞ്ഞേക്കും. അവര് മുങ്ങിയിട്ട് നല്ല മനോഹരമായ മുത്തും പവിഴവും കടലിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് കൊടുത്തിരുന്നു സയ്യിദ്ന സുലൈമാന് അലൈഹിസ്സലാം. ഓരോന്നിനും വകുപ്പുകൾ ഉണ്ടായിരുന്നു. അഥവാ ഇന്ന് പൂർവ്വ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന ഈ സിവിലൈസേഷൻ മുഴുവനും കൊണ്ടുവന്നത് ആരാണ്? ഈ ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയത് ആരാണ്? സുലൈമാൻ നബിയാണ്. ഇതൊക്കെ ഇരുമ്പ് നിർമ്മാണശാലയും ഇരുമ്പും പിന്നെ ചെമ്പ് നിർമ്മാണം. ചെമ്പ് ഒഴുക്കി ഭയങ്കര കപ്പൽ നിർമ്മാണ. അതായത് ആഖബയിൽ, ആഖബ ഐല എന്ന് പറയുന്നുണ്ട് ബൈബിളിൽ. ഇപ്പോൾ അതിന്റെ പേര് ആഖബ എന്നാണ്. ആറ്റ്ലസ് എടുത്ത് നോക്കിയാൽ വിശദമായി അറിയും. അതായത് ലോക വേൾഡ് ട്രേഡ് സെന്ററിന്റെ ബേസ് ആണ് ആ കാലത്ത് സയ്യിദ്ന സുലൈമാൻ. ഉറക്കപ്പറ സയ്യിദ്ന സുലൈമാൻ എല്ലാം ബഹുമാനപ്പെട്ടവരുടെ കയ്യിലായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലല്ലാതെ ഒന്നും പിന്നെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത്. ഇനി ശാസ്ത്രത്തിന് പറ്റിയൊരു പിഴവ് ഞാൻ പറഞ്ഞുതരാം. ഇത് 30/10/2008 മാധ്യമമാണ് പറഞ്ഞത്. ഇതാ സോളമന്റെ ലോഹഖനികൾ. ഇങ്ങനെ തന്നെയാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഖുർആന് പിഴവ് പറ്റിയതായിരുന്നു. അങ്ങനെ 3000 കൊല്ലം മുമ്പ് ലോഹങ്ങൾ ഉപയോഗിച്ചത് ചിലതല്ല എന്നാണ് അവർ പറയുന്നത്. ഇതുവരെ പറഞ്ഞിരുന്നത് ഇപ്പൊ മാറ്റി. ഖുർആൻ എങ്ങനെയോട് പിഴക്കുക? അമ്മാൻ ജോർദാൻ ദീർഘകാല അന്വേഷണങ്ങൾക്കൊടുവിൽ സോളമൻ രാജാവിന്റെ കാലത്തെ ചെമ്പുഖനികൾ ശാസ്ത്ര സംഘം ഭൂമിക്കടിയിൽ കണ്ടെത്തി. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ അസൽന ലൗൽ ഹദീദ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അതായത് അസൽന ലൗ ഐനൽ ഖത്രി ചെമ്പ് ദ്രാവകങ്ങളൊക്കെ, അതായത് എമ്പാടും ഖനികളൊക്കെ ഉണ്ടായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട് ഖനികൾ ഉണ്ടായിരുന്നു. സയ്യിദ്ന സുലൈമാൻ ഇതാ നോക്കൂ നിങ്ങൾ. ഞാൻ വായിക്കാം, ആ ഭാഗം കൊണ്ട് വായിക്കാം. ഇത് 30/10/2008 മാധ്യമമാണ് ഈ വായിക്കുന്നത്.
ദീർഘകാല അന്വേഷണങ്ങൾക്കൊടുവിൽ സോളമൻ രാജാവിന്റെ കാലത്തെ ചെമ്പുകനികൾ ശാസ്ത്രസംഘം ഭൂമിക്കടിയിൽ കണ്ടെത്തി. തെക്കൻ ജോർദാനിൽ ബിർക്കബത്തുനഹസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെമ്പുശേഷിപ്പുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 24 ഏക്കർ പൗരാണിക സ്ഥലത്തു നടത്തിയ ഖനനത്തിലാണ് 3000 വർഷം എന്നാൽ കറക്റ്റ് BC 923 എല്ലാ അധികാരമൊക്കെ കഴിഞ്ഞിട്ട് BC 923 മരിക്കുന്നത്. ആര്? സയ്യിദ്ന സുലൈമാൻ. അതായത് ഇപ്പൊ നമ്മളെ 2000 പിന്നെ BC 1000, അതായത് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് കറക്റ്റ് 3000 വർഷം പഴക്കമുള്ള ഖനികൾ കണ്ടെത്തി. പുരാതന കാലത്തെ നിരവധി കെട്ടിടങ്ങളുടെയും കോട്ടകളുടെയും അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദാവീദിന്റെ പുത്രനായ സോളമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജാവ് ഖുർആനിൽ സുലൈമാൻ എന്ന് പരാമർശിക്കപ്പെടുന്നു. 3000 വർഷം മുമ്പ് ജീവിച്ചിരുന്നതായി ക്രൈസ്തവരും മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്ന സുലൈമാൻ ലോഹങ്ങൾ ഉപയോഗിച്ച് ആദ്യമായി വൻ ദേവാലയം നിർമ്മിച്ച വ്യക്തിയാണെന്ന് ബൈബിൾ പറയുന്നു. വിശുദ്ധ ഖുർആനും ഈ ശക്തമായ കാര്യം ഊന്നി പറയുന്നുണ്ട്. വളരെ വ്യക്തമായി ഖുർആനോടെ മനോഹരമായിട്ട് ആ വിഷയം പറയുന്നത്. ഖുർആനിൽ 34-ാം അധ്യായം 12-ാം വാക്യത്തിൽ വിശുദ്ധ ഖുർആനിൽ സുലൈമാന് ഉരുകിയ ചെമ്പിന്റെ സ്രോതസ്സുകൾ പ്രവഹിപ്പിച്ചു കൊടുത്തതായി പറയുന്നുണ്ട്. ഇരുമ്പിയ ചെമ്പിന്റെ ഒഴുകിയ ചെമ്പിന്റെ സ്രോതസ്സുകൾ അല്ലാഹു തആല ഇരുമ്പ് ഖനികൾ സുലഭമായി, ചെമ്പിന്റെ ഖനികൾ സുലഭമായി ഉണ്ടായിരുന്നു. ആർക്ക്? സയ്യിദ്നാ സുലൈമാൻ. ഖുർആനിൽ 34-ാം അധ്യായം 12-ാം വാക്യത്തിൽ സുലൈമാന് ഇരുമ്പിന്റെ ഉരുകിയ ചെമ്പിന്റെ സ്രോതസ്സുകൾ പ്രവഹിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ മതഗ്രന്ഥങ്ങളിലെ സുലൈമാൻ രാജാവ് ജീവിച്ചിരുന്നിരിക്കാൻ സാധ്യതയില്ലെന്നും 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ജോർദാൻ, ഇസ്രയേൽ, അറേബ്യൻ മേഖലകളിൽ ലോഹഖനനം നടക്കാൻ ഇടയില്ലെന്നുമായിരുന്നു അടുത്തിടെ വരെ ശാസ്ത്രജ്ഞർ വാദിച്ചിരുന്നത്. ഈ മേഖലയിൽ ലോഹഖനനം ആരംഭിച്ചിട്ട് 2500 കൊല്ലത്തിൽ അധികമായിട്ടില്ലെന്നും അവർ വിശദീകരിച്ചിരുന്നു. മനസ്സിലായില്ല? അഥവാ ഇരുമ്പ് ചെമ്പ് ഉപയോഗങ്ങൾ അക്കാലത്തില്ല. ഇരുമ്പ് ചെമ്പ് ഉപയോഗം ലോകത്ത് വന്നത് 2500 കൊല്ലങ്ങൾക്ക് ഇപ്പുറേ ഉണ്ടായിട്ടുള്ളൂ. സുലൈമാൻ നബിയുടെ കാലത്തില്ല. അത് ഖുർആനിലെ പ്രയോഗം തെറ്റാണെന്ന് പലരും വാദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ തോമസ് ലെവി ജോർദാൻ ഗവേഷകരുടെ സഹായത്തോടെ നടത്തിയ ഖനനത്തിലാണ് സോളമന്റെ കാലത്തെ ഖനികൾ കണ്ടെത്തിയത്. ഇവക്ക് 3000 വർഷം പഴക്കമുണ്ടെന്ന് കാർബൺ ഡേറ്റിംഗ് പരിശോധന രീതി ഉപയോഗിച്ച് ഈ സംഘം തെളിയിച്ചു. ഈ ഗവേഷണ ഫലം അമേരിക്കൻ നാഷണൽ അക്കാദമിക് ഫോർ സയൻസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോഹങ്ങൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പണിയുന്ന ഒരു ആധുനിക സമൂഹം ഉണ്ടായിരുന്നില്ലെന്ന വലിയ ഒരു വിഭാഗം ശാസ്ത്രജ്ഞരുടെ വാദമാണ് ഇവിടെ തകർന്നത്. സോളമൻ ജീവിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇനി മറുപടി പറയേണ്ടതില്ല. അത് ഉറപ്പാണ്. മതഗ്രന്ഥങ്ങളിൽ പറയുന്ന വിധം വികാസം പ്രാപിച്ച ഒരു സമൂഹം ലോഹം ധാരാളമായി ഉപയോഗിച്ച ആളുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് തോമസ് ലെവി പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, ഇതുവരെ ശാസ്ത്രത്തിന് ഈ വിഷയത്തിലുണ്ടായിരുന്ന കണക്കൂട്ടലുകൾ മുഴുവനും ഇന്ന് തെറ്റിപ്പോയിരിക്കുകയാണ്. എല്ലാം ഇവിടൊക്കെ നമുക്ക് അഭിമാനിക്കാം. ഇതൊക്കെ നമ്മുടേതായിരുന്നു, എല്ലാം അല്ലാഹു, എല്ലാ നിഅമത്തുകളും അല്ലാഹു തആല നമുക്ക് നിറച്ചു തന്നിരുന്നു. അല്ലാഹു നമുക്ക് ഇനിയും തരട്ടെ. അല്ലാഹു എല്ലാം നമുക്ക് തരട്ടെ. മുഅ്മിനീങ്ങളെ, പുറകോട്ട് പോകരുത്. നമ്മൾ പുറകോട്ട് പോകേണ്ട ജനവിഭാഗമേ അല്ല. കവാടം അന്ന് യൂറോപ്പിൽ ഉത്ഥാനത ഇല്ല. യൂറോപ്പിന്റെ കവാടം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങള്, മധ്യേഷ്യൻ രാജ്യങ്ങള്, അതോടുകൂടെ തന്നെ ആഫ്രിക്കനിലെ മനുഷ്യവാസമുള്ള രാജ്യങ്ങൾ, ഇത് മുഴുവനും ഒരു മനുഷ്യനെ ഒരു കയ്യിൽ കുപ്പിളിൽ ഇങ്ങനെ കൊല്ലങ്ങളോളം കൊണ്ടുനടന്നു. എന്നിട്ട് അവിടെ നീതി നടപ്പിലാക്കി. ആ മനുഷ്യൻ അല്ലാഹു എല്ലാവിധ കഴിവുകളും അല്ലാഹു നൽകി. എല്ലാം ചീത്താമാര് അല്ല അടി കൊടുക്കും, എന്തെങ്കിലും വേണ്ടാത്ര കാണിച്ചാൽ. പേടിയാ, എല്ലാവർക്കും പേടിയാ. ശൈത്താന്മാര് പല പണിയെടുക്കും, പല പണിക്കും. നിസ്സാരമായ സമയത്തിനുള്ളിൽ വലിയ പണി ചെയ്യാൻ ശൈത്താന്മാർക്ക് കഴിയുന്ന ഖുർആൻ സാക്ഷിയല്ലേ. കുന്നാ ലഹും ഹാഫിളീൻ, സൂറത്തുൽ അംബിയ 81-82. കുല്ല ബന്നാഇൻ വവാസ് وآخرين مقرنين في الأصفاد هذا عطاؤنا فامنن وامسك بغير حساب.
നീ എന്ത് ചെയ്താലും സുലൈമാനെ എന്നോട് ഞാൻ ചോദിക്കൂല. അള്ളാഹു വാഗ്ദത്തം നേരത്തെ തന്നെ. മനസ്സിലായില്ല? ബിഗൈരി ഹിസാബ്. ഇതൊക്കെ ഞാൻ നിനക്ക് ചെയ്ത അനുഗ്രഹമാണ്, നീ എന്ത് ചെയ്താലും ഞാൻ നിന്നോട് ചോദിക്കൂല. അള്ളാഹു നേരത്തെ തന്നെ നോക്കണം ആയത്ത് കണ്ടോ. സുലൈമാനെ ഇത് ഞാൻ നിനക്ക് നൽകിയതാണ്, നീ വേണ്ടതുപോലെ ചെയ്തോ, പിടിച്ചു വെക്കേ, ജനങ്ങൾക്ക് കൊടുക്കേ, എന്തോ ചെയ്തോ. ബിഗൈരി ഹിസാബ്. മഹ്ശറിൽ നിനക്ക് ഹിസാബ് ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? ഈ